എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി 2024 പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ FIUGP ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി സൈറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ പല വിദ്യാർത്ഥികളും പരാതി പറഞ്ഞൊരു കാര്യമാണ്, ഓൾറെഡി FIUGP വിദ്യാർത്ഥികളായതുകൊണ്ട് ഒരു സപ്ലിമെൻ്ററി പരീക്ഷ എത്താൻ അവസരം ലഭിച്ചിരുന്നു. അങ്ങനെ പരീക്ഷ എഴുതി ആ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്നിട്ടുമില്ല. ആ റിസൾട്ട് വരാതെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ വീണ്ടും സപ്ലിമെൻ്ററി എക്സാം നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. റിസൾട്ട് വേഗം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 2024 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ സപ്ലിമെൻ്ററി പരീക്ഷ നോട്ടിഫിക്കേഷൻ വിളിച്ചു. പരീക്ഷകൾ ആരംഭിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ മാസം 19-ാം തീയതിയാണ് പരീക്ഷകൾ ആരംഭിക്കുക. ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് നവംബർ മാസം 14-നും ടൈം ടേബിൾ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് നവംബർ മാസം 4-നുമാണ്. രജിസ്ട്രേഷൻ ഇപ്പോൾ FIUGP 2025 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ ഒപ്പം തന്നെയാണ് 2024 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ സപ്ലിമെൻ്ററി എക്സാം കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് 25-നാണ്. അതൊന്നും വിദ്യാർത്ഥികൾക്ക് വേണ്ടി വരില്ല. എക്സാം ഫീ പേയ്മെൻറ്റ് മാത്രം. ഇപ്പോൾ ഓൾറെഡി സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികളായിരിക്കും സപ്ലിമെൻ്ററി വിദ്യാർത്ഥികൾ. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് മാത്രമേ നടത്തേണ്ടി വരികയുള്ളൂ. ഫീ പേയ്മെൻറ്റ് ഡേറ്റ് ആയിട്ട് ഇതിനകത്ത് കാണിക്കുന്നത്, എക്സാം രജിസ്ട്രേഷൻ ആൻഡ് ഫീ പേയ്മെൻറ്റ് ഡേറ്റ് ആയിട്ട് കാണിക്കുന്നത് ഒക്ടോബർ മാസം 30 മുതൽ നവംബർ മാസം 6 വരെയാണ്. 6 വരെ ഫൈനില്ലാതെയും 210 രൂപ ഫൈനോടുകൂടി നവംബർ മാസം 7 വരെ അപ്ലൈ ചെയ്യാം. 2025 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കാണ് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷനും കോഴ്സ് സെലക്ഷനും HOD ലെവൽ വെരിഫിക്കേഷനൊക്കെ ഉണ്ടാകുക. അല്ലാത്ത വിദ്യാർത്ഥികൾക്ക്, സപ്ലിമെൻ്ററി എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് എക്സാം രജിസ്ട്രേഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് പ്രധാനമായും ശ്രദ്ധിക്കുക. ഈ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കും. അപ്പോൾ നിലവിലിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നത്. എക്സാം ഫീ റിലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. ഇവിടെ ആപ്ലിക്കേഷൻ ഫോം റെഗുലർ സപ്ലിമെൻ്ററി വിദ്യാർത്ഥികൾക്ക് ഓരോ പ്രോഗ്രാമിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്കാം. തിയറി പേപ്പർ റെഗുലർ വിദ്യാർത്ഥികളുടെ 100 സപ്ലിമെൻ്ററിക്ക് 140 ആകുന്നുണ്ട്. ഇപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഓരോ ഫീ ഇനത്തിൽ വ്യത്യാസമുണ്ട്, നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. തീർച്ചയായും ഞാൻ ഈ പറഞ്ഞതിന് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് അറിയിക്കുന്നതായിരിക്കും വരും വീഡിയോകളിൽ. അപ്പോൾ നിലവിൽ നമുക്ക് യൂണിവേഴ്സിറ്റി അറിയാൻ സാധിച്ചത് ഇത്ര മാത്രമാണ്. ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ റിസൾട്ട് പെൻഡിങ് ആണ്. ആ റിസൾട്ട് ഇങ്ങനെ പെൻഡിങ്ങിലായിരിക്കുമ്പോൾ തന്നെയാണ്, റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പേ തന്നെയാണ് അവർ നോട്ടിഫിക്കേഷൻ കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. റിസൾട്ട് ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതിന് ഫൗണ്ടർ സ്ക്രൈബ് ഫോർ ദ കാര്യങ്ങൾ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.